നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. നോ മീൻസ് നോ. നിങ്ങളുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ആരോട് പറഞ്ഞെന്നല്ലേ? നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, നമ്മുടെ മുഖ്യൻ, നമ്മുടെ പിണറായി വിജയൻ സഖാവില്ലേ, അദ്ദേഹത്തോട് പറഞ്ഞതാ. മുഖ്യന് പെട്ടെന്ന് എന്തോ ഒരു സ്നേഹം ഗവർണറോടെ. മോള് വീണ മാസപ്പടിയിൽ വീണ് കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ സ്നേഹം വരാതിരിക്കും? മോളെ എങ്ങനെയും കേസിൽ നിന്ന് തടിയൂരിക്കണമെന്ന് പറഞ്ഞാണ് മുഖ്യൻ നടക്കുന്നത്. ഗവർണർ എങ്കിൽ ഗവർണർ കുംഭ നിറച്ച് സോപ്പിടാമെന്നാണ് മുഖ്യൻ കരുതിയത്. നല്ല ആഹാരം കൊടുത്ത് വയറിലൂടെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്കിയ മുഖ്യന്റെ മാസ്റ്റർ പ്ലാൻ ഗവർണർ പൊളിച്ച് കയ്യിൽ കൊടുത്തു. മുഖ്യൻ പ്ലിങ്. മുഖ്യമന്ത്രി വിളിച്ച അത്താഴ വിരുന്നിൽ നിന്നും ഗവർണർ പിന്മാറി. അല്ല, ഗവർണർമാർ പിന്മാറി. കേരള, ബംഗാൾ, ഗോവ ഗവർണർമാരാണ് വിരുന്നിൽ നിന്ന് പിന്മാറിയത്. ക്ലിഫ് ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് ഗവർണർമാരെ ക്ഷണിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പാണ് മുഖ്യമന്ത്രിയെ ഇവർ ബുദ്ധിമുട്ട് അറിയിച്ചത്. നിങ്ങൾ എത്ര സോപ്പിടാൻ നോക്കിയാലും ഗവർണർ വീഴില്ല. കേരള ഗവർണർ തന്നെയാണ് ആദ്യം മുഖ്യമന്ത്രിയോട് നോ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ അത്താഴ വിരുന്ന് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചനയല്ല, അത് തന്നെയാണ് സത്യവും. അത്താഴ വിരുന്നിന് ക്ഷണിക്കാൻ മുഖ്യമന്ത്രിയും ഭാര്യയും കെട്ടിയൊരുങ്ങി രാജ്ഭവനിൽ പോയത് വെറുതെയായി. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ ദില്ലിയിൽ പോയി. അവരുടെ കാല് പിടിച്ചത് ഓർമ്മയുണ്ടല്ലോ. വലിയ ഗമയിൽ നിർമ്മലയെ കാണാൻ പോയിട്ട് മകളെ രക്ഷിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞതോ, വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ പോയി എന്നേ ഉള്ളൂ. മുഖ്യന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമ്മൾക്കറിയാലോ. പിണറായി വിജയൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്താത്തതിനാൽ ലോകത്തിലെ ദുരൂഹത വർദ്ധിച്ചു വന്നു. പിന്നെ അറിയാലോ, രമേശ് ചെന്നിത്തലയും പ്രേമചന്ദ്രനും ഒക്കെ മുഖ്യനെ എടുത്തിട്ട് അലക്കാനും തുടങ്ങി. അല്ല, നിർമ്മലയുടെ കാല് പിടിക്കാൻ പോയിട്ടെന്തായി? മോളെ ഇടി പൊക്കിയില്ലേ? ആ അടവൊന്നും കേന്ദ്രത്തിനോട് നടക്കില്ല. ആരുടെ കാല് പിടിക്കാൻ പോയാലും ഒരു രക്ഷയുമില്ല എൻ്റെ മുഖ്യ. മകള് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.